നമസ്കാരം. രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയുടെയും സുഹൃത്തിന്റെയും വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തവർക്ക് എതിരെ കേസെടുത്തു. ഭർത്തൃമതിയായ 27-കാരിയുടെയും അവരുടെ സുഹൃത്തിന്റെയും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കാനും യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാനും ശ്രമിച്ച സംഘത്തിനെതിരെയാണ് കേസെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പ്രതികൾ ഇതിനോടകം തന്നെ പോലീസിന്റെ പിടിയിലായി എന്നാണ് സൂചനകൾ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാത്രികാലങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന സദാചാര ഗുണ്ടായിസത്തിന്റെയും ബ്ലാക്ക്മെയിലിംഗിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ജൂൺ 23-ന് രാത്രി 10:30-യോടെയാണ് നാടിനെ നടുക്കിയ ഈ അക്രമ സംഭവം ഉണ്ടായത്. യുവതി താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതികൾ യുവതിയെയും വീട്ടിലുണ്ടായിരുന്ന അവരുടെ സുഹൃത്തിനെയും തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഇരുവരുടെയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. ഈ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തുമെന്നും വിദേശത്തുള്ള യുവതിയുടെ ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് പ്രതികൾ ഭീഷണി മുഴക്കി. ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ വൻ തുക ആവശ്യപ്പെട്ട പ്രതികൾ തങ്ങളുടെ കൈവശം പണമില്ലെന്ന് യുവതിയും സുഹൃത്തും വ്യക്തമാക്കിയതോടെ അക്രമാസക്തരായി. തുടർന്ന് യുവതി ധരിച്ചിരുന്ന സ്വർണ്ണ കമ്മലുകൾ ബലമായി ഊരിവാങ്ങിയ ശേഷമാണ് സംഘം അവിടെ നിന്ന് മടങ്ങിയത്. എന്നാൽ കമ്മൽ കവർന്നതുകൊണ്ടോ ദൃശ്യങ്ങൾ പകർത്തിയതുകൊണ്ടോ പ്രതികളുടെ ഭീഷണി അവസാനിച്ചില്ല. തുടർന്നുള്ള ദിവസങ്ങളിലും വീഡിയോ കാണിച്ച് യുവതിയെ നിരന്തരം ഫോണിലൂടെയും മറ്റും ഭീഷണിപ്പെടുത്തുന്നത് ഇവർ പതിവാക്കി. ഭീമമായ തുക പണമായി നൽകണമെന്ന ആവശ്യത്തിനൊപ്പം പ്രതികളുമായി ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്ന ക്രൂരമായ ലൈംഗികാതിക്രമ ഭീഷണിയും ഇവർ യുവതിക്ക് മേൽ പ്രയോഗിച്ചു. നിരന്തരമായ മാനസിക പീഡനവും ഭീഷണിയും സഹിക്കവയ്യാതെ വന്നതോടെയാണ് യുവതി ധൈര്യപൂർവ്വം മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനെ സമീപിച്ച് പരാതി നൽകാൻ തയ്യാറായത്. യുവതിയുടെ രേഖാമൂലമുള്ള പരാതി ലഭിച്ചയുടൻ തന്നെ ഗൗരവമേറിയ വകുപ്പുകൾ ചുമത്തി മഞ്ചേശ്വരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബ്ലാക്ക്മെയിലിംഗ്, ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, കവർച്ച തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കേസിൽ ഉൾപ്പെട്ട പ്രധാന പ്രതികൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് അറിയുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും സംഭവത്തിന് പിന്നിൽ സമാനമായ രീതിയിൽ ബ്ലാക്ക്മെയിലിംഗ് നടത്തുന്ന മറ്റേതെങ്കിലും സംഘങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഇങ്ങനെയുള്ള സംഘങ്ങൾ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന വ്യക്തമായ റിപ്പോർട്ടാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 23-നാണ് ഈ ഒരു സംഭവം നടന്നത്. ക്രൂരമായ രീതിയിലായിരുന്നു അവർ ഇവരോട് പെരുമാറിയതെന്നാണ് പറയപ്പെടുന്നത്. പല രീതിയിലുള്ള വീഡിയോ ഇവർ തന്നെ ഷൂട്ട് ചെയ്യുകയായിരുന്നു. പിന്നീട് ഭർത്താവിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പണം ആവശ്യപ്പെട്ടതോടെ അത് നൽകാനില്ലെന്ന് കണ്ടതോടെ കമ്മൽ ഊരിവാങ്ങി പ്രതികൾ അവിടെ നിന്ന് പോയ ശേഷവും ഇത്തരത്തിൽ ഭീഷണി തുടരുകയായിരുന്നു.